5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. എവിടെയെങ്കിലും ചില പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പരമനാറി പട്ടി കഴിവരടാ മോളെ. ഡോക്ടർ ലളിതാംബിക, ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ ശസ്ത്രക്രിയ നടത്തിയ യൂണിറ്റ് മേധാവിയായിരുന്നു ഡോക്ടർ ലളിതാംബിക. എന്താണ് അന്ന് സംഭവിച്ചത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇത് 5 കൊല്ലം മുമ്പുള്ള കാര്യമായിട്ട് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഈ ടി വിയിലൊക്കെ വന്ന് കണ്ട കാര്യങ്ങളാണ് നമുക്കറിയാം. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് എനിക്ക് കേസ് ഷീറ്റോ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. മനസ്സിലായി. അന്ന് ആ യൂണിറ്റിൻ്റെ മേധാവി അല്ലെങ്കിൽ ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റ് ആയിരുന്നോ ഈ ശസ്ത്രക്രിയ നടത്തിയത്? അതെ, അങ്ങനെയാണ് ഇപ്പോൾ റെക്കോർഡ് പ്രകാരം ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അന്ന് കോവിഡ് ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ കോവിഡ് കോൺസെൻട്രേറ്റഡ് കാര്യങ്ങളിലായിരുന്നു. വളരെ അപൂർവമായിട്ടേ അന്ന് ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നുള്ളൂ. ഇതൊരു വലിയ ട്യൂമർ ആയതുകൊണ്ടായിരിക്കണം അന്ന് പെട്ടെന്ന് ചെയ്തു കൊടുത്തത്. അന്ന് ഈ ശസ്ത്രക്രിയ എന്തായാലും ഡോക്ടർ ലളിതാംബിക നടത്തിയിട്ടില്ല. ഡോക്ടർ ഷാഹിദയാണ് അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിലുള്ള ഡോക്ടർ ഷാഹിദയാണ് നടത്തിയതല്ലേ? അത് ഇപ്പോൾ ഈ പേപ്പറിൽ കാണുന്നതല്ലാതെ ഞാൻ റിട്ടയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിനും ആക്സസ് ഇല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. പേപ്പറിലും ടി വിയിലും വരുന്നതനുസരിച്ചുള്ള ന്യൂസ് എനിക്കതിനെ പറ്റിയുള്ളൂ. എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ ഉപകരണം, അത് കത്രിയ പോലെ കാണുന്നതാണ്, നിങ്ങളുടെ ഭാഷയിൽ അത് മൊസ്കിറ്റോ ഫോർസപ്പാണ്. ഇങ്ങനൊരു ഉപകരണം ഒരാളുടെ വയറ്റിൽ കിടന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തരാനുണ്ട്. രാവിലെ ഞാൻ പറഞ്ഞതായി ഒരു തെറ്റായ കാര്യം മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് 50 വർഷം ഇരുന്നാലും ഒന്നും സംഭവിക്കുകയില്ല എന്ന്. അത് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല. എന്നോടൊരു മീഡിയ പേഴ്സൺ 20 കൊല്ലം ഉപകരണം വയറ്റിലിരുന്നാൽ ലക്ഷണം ഒന്നും ഉണ്ടാകുകയില്ലേ എന്ന് ചോദിച്ചു. അതായത് ഈ പേഷ്യൻറ്റ് പണ്ടൊരു സർജറി ചെയ്തിട്ടുണ്ട്, അത്ര എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉപകരണം ഒമൻറ്റം എന്നൊരു സ്ട്രക്ചർ വയറ്റിലുണ്ട്, ഒരു തിക്ക് ഫാറ്റി സ്ട്രക്ചറാണ്. ഒമൻറ്റത്തിൽ കുരുങ്ങിയിരുന്നാൽ ചിലപ്പോൾ ലക്ഷണം ഉണ്ടാകത്തില്ല, 20 ആയാലും 50 ആയാലും അറിയത്തില്ല. പക്ഷേ ഈ ഉപകരണം മൂത്രസഞ്ചിയിലോ ഇൻഡസ്റ്റൈനിലോ എല്ലാം തട്ടി നിന്നാൽ തുളച്ച് കയറുകയൊക്കെ ചെയ്താൽ സിവിയർ പെയിനും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞതിൽ 50 കൊല്ലം ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് മാത്രം എടുത്ത് മീഡിയകൾ വളരെ എനിക്ക് വലിയ സങ്കടമായിപ്പോയി. തീർച്ചയായിട്ടും ഒരു ഫോറിൻ ബോഡി ഇരുന്നാൽ ഏത് അവയവത്തിനെ അത് ഉപദ്രവിക്കുന്നു അതനുസരിച്ച് രോഗിക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 50 വർഷം ഇരുന്നാൽ പ്രശ്നം ഉണ്ടായില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. രാവിലെ ഡോക്ടർ പറഞ്ഞു ഒന്ന് കേൾക്കൂ. ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല, വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുവോ അങ്ങനെ വല്ലതും ചെയ്യണം. ഡോക്ടർ, അപ്പോൾ യഥാർത്ഥ പ്രശ്നം മെഡിക്കൽ കോളേജുകളിൽ ഒരു സിസ്റ്റം ഇല്ലാത്തതാണ് അല്ലേ? അങ്ങനെ ഞാൻ പറയത്തില്ല. മെഡിക്കൽ കോളേജിൽ ചെയ്യുന്ന നല്ല സർവീസുകളെയും കൂടെ നമ്മൾ കണക്കൂടും. എന്തുമാത്രം നല്ല സർവീസ് മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒമൻറ്റത്തിൽ മാത്രം ഇരുന്ന വർഷങ്ങളോളം ഒന്നും വരത്തില്ല. അത് നമുക്ക് അനുഭവമുണ്ട്. ഈ കോപ്പർട്ടിയൊക്കെ പെർഫറേറ്റ് ചെയ്തിട്ട് 40 വർഷമായിട്ടും ഒരു കുഴപ്പമില്ലാതെ എക്സ്റേ കാണാം. അത് ചെറിയ സാധനം, പക്ഷേ അതും കോപ്പർ ഉള്ളതാണ്. കോപ്പർ ഹൈലി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഒമൻറ്റത്തിൽ മാത്രം ഇരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല, അറിയത്തില്ല. നമ്മൾ ഒമൻറ്റം ഭയങ്കര കട്ടിയുള്ള ഫാറ്റി ലെയറാണ്. ബെസ്റ്റ്. ഇന്ന് ഡോക്ടർ ഇത് പറഞ്ഞതിനെ കുറിച്ച് ആരോഗ്യമന്ത്രി പറഞ്ഞത് സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കണം എന്നാലേ ഇതിൻ്റെ വേദന മനസ്സിലാവുമെന്ന്. ഇല്ല, അതൊരു കാര്യമുണ്ട്. ഞാൻ ഓരോ പേഷ്യൻറ്റും എൻ്റെ സ്വന്തമാണെങ്കിൽ എങ്ങനെ ചികിത്സിക്കുന്ന ആലോചിച്ച് ചികിത്സിക്കുന്ന ഒരാളാണ്. ഞാൻ 38 വർഷമായിട്ട് ആലപ്പുഴയിലുണ്ട്. 3 തലമുറയെ ഞാൻ വലിയ കേടുപാടുകളില്ലാതെ തന്നെ ചികിത്സിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മന്ത്രിക്ക് തെറ്റിദ്ധാരണ. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഞാനിപ്പോ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടത് ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്?
ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഈ കേസ് ഓർമ്മയില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുക? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കും. ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. ശ്രീമതി ഉഷ ജോസഫിന്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട്, അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എങ്ങനെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു എന്നുള്ളത്. അതിൻ്റെ റീസൺ ഇത് 3.5 കിലോയുള്ള ട്യൂമറാണെന്നും ഉള്ള ഇത് പേപ്പറിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചല്ലോ, മീഡിയ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് റിട്ടയർ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സർജറി ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഓർമ്മ. കാരണം 3.5 കിലോ എന്നും ചെയ്യുന്ന സർജറി അല്ല. 3.5 കിലോ ട്യൂമർ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കും. അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞത്. നീ വീട്ടിൽ വരുന്ന ആളുകളെല്ലാം മറുപടി അതിന് പറയുന്നത് ശരിയല്ല. കാരണം അവർ പറഞ്ഞു എനിക്ക് പൈസ തന്നെന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷെ അത് ഒരു തെറ്റായ ആരോപണമാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ അവർക്ക് എൻ്റഗണൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമുക്കൊരു വാശിയിലും വൈരാഗ്യത്തിലും പോയിട്ട് യാതൊരു കാര്യവുമില്ല. എവിടെയെങ്കിലും ചില പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ചില പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർ ലളിതാംബിക അപ്പോൾ ഈ ഉഷ ജോസഫ് കണ്ടിട്ടേ ഇല്ല. ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിലെ മറ്റൊരു ഡോക്ടറാണെങ്കിലും ഇവർ വന്ന് കണ്ടിട്ടേ ഇല്ല. നമുക്കറിയാൻ പറ്റത്തില്ല. പലരും വരും നമ്മുടെ അടുത്ത്. ഒത്തിരി പേര് വന്ന് സങ്കടം പറയുന്നവരുണ്ട്. നമ്മൾ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ സഹായിച്ചിട്ട് സർജറിക്ക് സാധനം മേടിച്ചു കൊടുത്തിട്ടുള്ളവരുണ്ട്. പരാതി പറയാൻ വരുന്നവരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഞാൻ ഹെഡ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് എല്ലാ യൂണിറ്റിലെ ആളുകൾ നമ്മുടെ അടുത്ത് ഓരോരോ കാര്യത്തിന് വരും. ഈ മെഡിക്കോ ലീഗൽ ഇഷ്യൂസ് ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഉഷ ജോസഫ് വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടെ. വീട്ടിൽ ഡോക്ടർ ആളുകളെ കാണാറുണ്ടോ? അറിയോ, എത്രയോ പേര് വീട്ടിൽ രോഗികളെ കാണാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ടായിരുന്നു. വീട്ടിൽ മന്ത്രി പറയുന്നത് അത് തെറ്റാണ്. നോൺ പ്രാക്ടീസിംഗ് അലവൻസ് വാങ്ങുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എങ്ങനെയാണ് രോഗികളെ വീട്ടിൽ കാണുന്നത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാനിത് ഇവിടെ തർക്കിക്കാനോ വർത്തമാനം പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു ക്ലോസ് ചാപ്റ്ററാണ്. ഞാൻ ഒരുപാട് പേരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് ആർക്കാരുടെ തലയിലും വെക്കാം എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് എനിക്ക് എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ വന്ന് കയറിയതേ ഉള്ളൂ. അതല്ല, ഇതൊന്ന് പറയൂ. രോഗികളെ വീട്ടിൽ കാണാറുണ്ടോ? എനിക്ക് കാണാറുണ്ടോ? ഇല്ല, വീട്ടിൽ കാണാറില്ല. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. രോഗികളെ വീട്ടിൽ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാം പൈസ ഇടപാടല്ല. ഇത് പല കാര്യങ്ങളിൽ പേഴ്സണൽ റിലേഷനുള്ളവർ, പരിചയക്കാർ, രാഷ്ട്രീയക്കാർ വിളിച്ചു പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പേര് വരും. മനസ്സിലായി. അവരെല്ലാവരും നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യത്തിലുമാണ് ചെയ്യുന്നത്. അല്ലാതെ ആരോടും ഞാനൊരു അങ്ങനത്തെ ഒരാളല്ല. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ആലപ്പുഴയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, എങ്ങനെയുള്ള ആളാണെന്ന് അന്വേഷിച്ച് നോക്കൂ. പ്രഭാകരേട്ടന് വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ പുല്ല് വിലയാ. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.